ഉസ്മാൻ, വാട്ട്സ് യുവർ എൻഡ് ഗോൾ? ഇത് ഉസ്മാനോട് മാത്രമുള്ളതല്ല കേട്ടോ, നമുക്കെല്ലാവർക്കുമുള്ളൊരു ചോദ്യമാണിത്. എന്താണ് നമ്മുടെ എൻഡ് ഗോൾ? ആൻസർ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എഴുതുക. വാട്ട്സ് അവർ എൻഡ് ഗോൾ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സേവിങ് മണി, ഇൻവെസ്റ്റിംഗ് മണി, സ്പെൻഡിങ്, മേക്കിംഗ് മണി, സേവിങ് മണി, ഇൻവെസ്റ്റ് ആൻഡ് സ്പെൻഡിങ്. അതിൻ്റെ അപ്പുറത്ത് ഇന്ന് സാറ് ചെറിയൊരു ഷോർട്ടായിട്ട് ചെറിയ സാധനങ്ങൾ കാണിച്ചു. ബിസിനസ് ഫിനാൻസ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്. വീണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്താണ് പേഴ്സണൽ ഫിനാൻസ്? എന്തൊക്കെ അസറ്റുകളാണ് നമുക്കുണ്ടാക്കാൻ സാധിക്കുക? ഏതൊക്കെ രീതിയിലായിരിക്കാം? എങ്ങനെയൊക്കെ നമ്മൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാം? കാരണം ഉണ്ടാക്കുന്ന മണി നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ള കാര്യം കൂടി നാം അറിയേണ്ടത്. കാരണം കഴിഞ്ഞ സെക്കൻഡിൽ നാം പഠിച്ചൊരു പാഠം കൂടിയാണ്. നാം ഉണ്ടാക്കുന്ന പണം നമ്മൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അതിന് അവകാശികളായിട്ട് മറ്റ് ചിലരും കൂടിയുണ്ട് എന്നും അവർക്ക് വേണ്ടി നാം ഓരോരുത്തരും തന്നെ കീപ്പ് ചെയ്യുകയും അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും, അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നാം ഓരോരുത്തരും തന്നെ മാറേണ്ടതുണ്ട്. വെറും നാം കാശുണ്ടാക്കുക എന്നതിനപ്പുറത്ത് സൊസൈറ്റി, വാട്ട് വി ആർ ഗോയിങ് ടു ഗിവ് ദ സൊസൈറ്റി, ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി. ഈ ഒരു ചോദ്യം കൂടി നമ്മളിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെലവുകളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. താങ്ക് യു.